ഈ പടം ഒരിക്കലും OTT വർക്കാവില്ല. മോഹിനിയാട്ടോ ഭരതനാട്യമോ ഇതുവരെ കാണാത്തവരാണെങ്കിൽ, പ്രത്യേകിച്ച് ഭരതനാട്യം ഇതുവരെ കണ്ടിട്ടോ ഇല്ലെങ്കിൽ ജസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭരതനാട്യം OTT ചെയ്ത പ്ലാറ്റ്ഫോമിൽ ഉണ്ടാവും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യുക. ഭരതനാട്യം ഭയങ്കര പടമാണെന്ന് ഞാൻ പറയുന്നത്, ജസ്റ്റ് ഒരു ഓക്കെ മൂവിയാണ്, ഒരു നല്ല ഫിലിമാണ്. പക്ഷെ മോഹിനിയാട്ടം അത് നിങ്ങൾ വിചാരിക്കും പോലെ ഒരു ചെറിയ ലൈറ്റ് ഹാർട്ടഡ് മൂവി ആയിട്ട് അല്ലെങ്കിൽ ഒരു ഫീൽ ഗുഡ് പടമായിട്ട് ഓടുന്ന പടമല്ല. തൊട്ട് അവസാനം വരെ ചിരിച്ച് മരിക്കാനുള്ള പടമുണ്ട്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ 5 മിനിറ്റ് കൂടുമ്പം അതിൽ ഓരോ ഡയലോഗ്സ് വരുമ്പോൾ നമ്മളിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും. ഈ പടം ഒരിക്കലും OTT വർക്കാവില്ല. ഇത് എന്താണെന്ന് വെച്ചാൽ ഇത് നിങ്ങളുടെ തിയേറ്റർ അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് എന്തായാലും കണ്ടോടാം. ഭരതനാട്യം OTT വർക്കായത് അതൊരു OTT വർക്കാവാനുള്ള കണ്ടന്റ് ഉണ്ടായിരുന്നു. അത്യാവശ്യം സ്ലോ ആയിട്ട് കണ്ടാലും കുഴപ്പമില്ലാത്തത് കൊണ്ടാണ്. പക്ഷേ ഇത് ഒരിക്കലും OTT വർക്കാവില്ല. ഇത് 100% തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട പടമാണ്. സോ പറ്റുമെങ്കിൽ നിങ്ങൾ ഭരതനാട്യം കാണാത്തവരാണെങ്കിൽ പോലും ജസ്റ്റ് ഭരതനാട്യം ഒന്ന് കാണാം. അപ്പോൾ തന്നെ മോഹിനിയാട്ടത്തിന് ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോക്കോ. 100% പൈസ വസൂലാണ്.